തിരുനാമത്തിന് ഉണ്ടാകട്ടെ. അഭിമന്യ തിരുമേനി, മുന്നിയ റമ്പാച്ചൻ, എൻ്റെ സഹപാഠികളായി മലങ്കര സഭയുടെ സീനിയർ വൈദികരായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട CC ചെറിയാനച്ചൻ, ബഹുമാനപ്പെട്ട KK കുര്യാക്കോസച്ചൻ, മറ്റ് സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ശമാശൻ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, and we are all especially delighted to have Corinne with us and her mother, and it is a very honored gathering of different groups of people involved in different types of ministries. ഈ അവസരത്തിൽ ആദ്യമേ അഭിമന്യ തിരുമേനി അലഹീനായ എനിക്ക് ഇപ്രകാരം ഒരു അവസരം തന്നതിൽ തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തിരുമേനിയുടെ ഉള്ളിൽ എന്നോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് എന്നുള്ളത് ഇതിനു മുമ്പും എനിക്ക് വ്യക്തമായത് തിരുമേനി ചുമതലയെടുത്ത് ആദ്യത്തെ ഫാമിലി കോൺഫറൻസിന് എന്നെ വിളിച്ചതിൽ കൂടെയും ആണ്. ഹൃദയപൂർവ്വം അതിനുള്ള നന്ദി അറിയിക്കുന്നു. വലിയ സെമിനാരിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഇടയായിട്ടുള്ള വൈദിക ശ്രേഷ്ഠര്, അവര് അവിടെ പഠിച്ചവരാണ് എങ്കിലും ഇന്ന് ഞങ്ങളെക്കാളൊക്കെ വളരെ ഉന്നതമായ രീതിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ സാന്നിധ്യം വളരെയധികം പ്രചോദനം നൽകുന്നു. ഫാമിലി കോൺഫറൻസിന് ലണ്ടനിൽ എത്തിയപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ചിലരും അതിന് വരുവാൻ ആഗ്രഹിച്ച പലരും, അതുപോലെ തന്നെ ഈ നാട്ടിൽ അഭിമന്യ തിരുമേനിക്ക് പ്രത്യേകമായിരിക്കുന്ന കൈത്താങ്ങൽ നൽകുന്ന ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. This is a unique get together of the church. The people representing the diocese as well as people belonging to the church and working as the local promoters of the center here. We are all here to pray for the more effective ministry of Tirumeni and Tirumeni's parish. അക്കാര്യത്തിൽ നമുക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. തന്നെ ഏൽപ്പിച്ച സമയത്ത് ഒന്നുമില്ലായിരുന്നുവെങ്കിലും ഇന്ന് ചിലതൊക്കെയും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ശുശ്രൂഷ തിരുമേനിക്ക് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. On behalf of the people gathered here, I take the honor and liberty to congratulate Tirumeni for the steady progress that he is making in the diocese at many levels of his ministry, and this is unique to Tirumeni, and may God bless him in everything to go ahead with the vision and mission that he has in mind. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഇതൊരു അനൗദ്യോഗികമായ ഒരു കുടിവരവാണ്. ഇവിടെ കേവലം ബാഹ്യ കേരള അല്ലെങ്കിൽ ബാഹ്യ ഭാരത ഭദ്രാസനങ്ങളുടെ കാര്യം മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഉള്ളത്. ഒരു സഭ മുഴുവനും, ഒരു ലോകം മുഴുവനും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രസക്തമായ വിഷയം എന്ന് തിരുമേനി തിരഞ്ഞെടുത്ത ഒരു കാര്യത്തിലേക്ക്
നമുക്കൊന്ന് വരുന്നത് നന്നായിരിക്കും. സഭ ഭാരതീയമാവുകയും അതേ അവസരത്തിൽ ആഗോളമാവുകയും അതിനൊരു നവോത്ഥാനം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം തിരുമേനിയുടെ മനസ്സിലുണ്ട്. ദ ചർച്ച് ഓഫ് മലങ്കര should be Indian in its cultural aspect, in its identity aspect, but at the same time it has to be global in its outlook, in its mission. In both ways it has to be concerned about a renewal of the entire Christian witness. ആഗമന ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഒരു പുതുക്കം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളതും തിരുമേനിയുടെ ഈ ഇന്നത്തെ കുടിവരവിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദ്യമേ ഒരു വേദഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 137 സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 137 സങ്കീർത്തനം 4-ാം വാക്യം. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? How can we sing praises to Yahweh in an alien land? ഇത് ആര് എന്ന് പറഞ്ഞു എന്നെഴുതി എന്നുള്ളത് നിങ്ങൾക്കറിയാം. സങ്കീർത്തനങ്ങളില് ചില സങ്കീർത്തനം ദാവീദിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. ദാവീദിന് ശേഷം രൂപപ്പെട്ടതായ ചില കീർത്തനങ്ങള് സങ്കീർത്തനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ 137 സങ്കീർത്തനം. അതിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം, the main background of the Psalm 137 is the outpouring of the inner feelings of the community that was forced to be slaves in an alien land. ഇസ്രായേൽ ചരിത്രത്തില് ബാബിലോണ്യര് വന്ന് യഹൂദ കീഴ്പ്പെടുത്തി അവിടെയുള്ള ആളുകളെ പ്രവാസികളായിട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തില് ഈ പ്രവാസികളെയും കൊണ്ട് ബാബേലിലേക്ക് പോകുന്ന ഒരു നിർണായക ഭൂമിശാസ്ത്രപരമായ സ്ഥലത്ത്, ഒരു നദീതീരത്ത്, അതിനപ്പുറം കടന്നാല് ബാബിലോൺ, ഇപ്പുറത്ത് തങ്ങളുടെ സ്വന്തം നാടിന്റെ അതിര്, അവിടെ ഇരുന്നു കൊണ്ട് അവര് വേദനിക്കുന്നതായ അവരുടെ ഒരു വികാരമാണ് ഇതിനകത്ത് ഉള്ളത്. ഞങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നവര് ഞങ്ങളുടെ മുഖഭാവം കണ്ട് ഞങ്ങളെല്ലാം വേദനിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെല്ലാം ദുഃഖമുണ്ട്, ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ സ്വന്തം ആളുകൾ പലരും കൊല്ലപ്പെട്ടു, ഞങ്ങളെ അടിമകളാക്കി കൊണ്ടുപോവുകയാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആളുകള്, ഞങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ ഉടമസ്ഥരെന്നോ ഞങ്ങളുടെ പുതിയ യജമാനന്മാരെന്ന് പറയുന്ന ആളുകള് പക്ഷെ ഞങ്ങളോടൊന്ന് പറയുകയാണ്, യു സിംഗ് എ സോങ് ഇൻ യുവർ ഓൺ ടങ്. നിങ്ങളുടെ സ്വന്തം ഭാഷയില്, എബ്രായ ഭാഷയില് ഒരു പാട്ടൊന്ന് പാടുകയെ. കാരണം ഒന്ന് ചിരിച്ചേ, ഒന്ന് സന്തോഷിച്ചേ, യു റിജോയ്സ് വെർ യു ആർ എന്ന് പറയുമ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ നിന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഒന്ന്, നിങ്ങളൊന്ന് പാടണം. രണ്ട്, നിങ്ങളൊന്ന്
സന്തോഷിക്കുമ്പോൾ ഞങ്ങൾക്കും ഒന്ന് സന്തോഷിക്കണം. ഇത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവാസികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളുകളെ സംബന്ധിച്ച് പറയാവുന്ന ഒരു വസ്തുതയല്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യത്തില് അത്ര വലിയ പീഡിപ്പിക്കപ്പെട്ടും നിങ്ങൾ അടിമകളാക്കിയും ഒന്നും കഴിയുന്നവരല്ല. പക്ഷേ എന്തെല്ലാം ലൗകികമായ സൗകര്യങ്ങള് മറ്റൊരു ദേശത്ത് ഉണ്ട് എങ്കിലും the homeland is unique. അല്ലേ? സ്വന്തം നാട്, അതിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഇരുന്നു കൊണ്ടൊരു പാട്ട് പാടുക, അവിടുത്തെ പഴയ കാര്യങ്ങളൊന്ന് ഓർക്കുക എന്ന് പറയുന്നത് അത് നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നതാണ്. നൊസ്റ്റാൾജിയ ഫോർ ദ ഹോംലാൻഡ്. അത് എപ്പോഴും, പ്രത്യേകിച്ച് ഓണവും ക്രിസ്മസും ഒക്കെ ആവുമ്പോൾ നിങ്ങൾ യൂറോപ്പിലോ ആഫ്രിക്കയിലോ അയർലൻഡിലോ എവിടെയൊക്കെ ആണെങ്കിലും വീട്ടിലെ എല്ലാവരും ഒത്തുചേർന്ന് ഓണം ഉണ്ടതും, the celebration of Onam, the celebration of Christmas, and the festival of the parish church, and some of the local festivals, this will come to your mind and you may rejoice, and sometimes you may feel sad because you are no more able to participate in those events. അങ്ങനെ ഉള്ളൊരു ദുഃഖം നിങ്ങൾക്കുണ്ടാവാം. എങ്കിലും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് the people who are the masters, they are seeking joy from you. നിങ്ങളിൽ നിന്ന് സന്തോഷം. ഇവിടെ വായിച്ചു കേട്ട് അവർ പറയും, ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. അതിന്റെ ഒറിജിനൽ ഭാഷയില് ഒരുപക്ഷെ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന പല പദപ്രയോഗങ്ങളും ഉണ്ടായിരിക്കാം. അത് തിരുമേനിയെ പോലെയുള്ള വേദപുസ്തക പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് പറയട്ടെ. തിരുമേനി പഴയ നിയമം അവഗാഹം നേടിയ ആളാണ്, നിങ്ങൾക്കറിയാം. സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് നമ്മളായിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, നമ്മുടെ സ്വത്വബോധത്തിൽ നിന്ന് കിട്ടുന്നതാണ്. റിയൽ ജോയ് കംസ് ഔട്ട് ഓഫ് the real actualization of our identity. നമ്മുടെ സ്വത്വബോധത്തിന്റെ പൂർത്തീകരണത്തിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവൂ. സ്വന്തം വീട്ടിൽ അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ഇരുന്ന് ആനന്ദിക്കുന്ന ഒരു ആനന്ദം, സ്വന്തം നാട്ടിൽ സ്വന്തം ആളുകളുടെ കൂടെ ആയിരിക്കുന്ന ഒരു ആനന്ദം, അതുപോലെയുള്ള ആ ഒരു അവനവന്റെ സാഹചര്യങ്ങളെ ഒന്ന് നല്ലതിൽ വണ്ണം ഉൾക്കൊണ്ട് അതിൽ ആനന്ദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആഗോള സഭയാണ് മലങ്കര സഭ ഇന്ന്. ഈ ആഗോള മലങ്കര സഭ വിവിധ ഭദ്രാസനങ്ങളിലായിട്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിലായിട്ട് ഇന്ന് ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശാലമായ സാധ്യതകളെ കുറിച്ചുള്ളതായ ഒരു അവബോധം ഉണ്ടാവണം. We should be aware of the potentials, the possibilities that we have in the global situation. But at the same time, അതേ അവസരത്തിൽ നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റിയെ കുറിച്ചുള്ളൊരു അഭിമാനം ഉണ്ടാവണം. Should be able to rejoice and being proud of our own identity as members of the Malankara Orthodox Church. എന്തായിരിക്കണം അതിന്റെ പിന്നിലെ കാര്യങ്ങൾ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ട് പദങ്ങളാണോ ഈ ഞാൻ പറയാൻ പോകുന്നത് എനിക്കറിയില്ല. ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളവും. ആ മലയാള പദം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷില് ഡയസ്പോറ,
ഡയസ്പോറ എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഡിസ്പേർഷൻ, ഡിസ്പേഴ്സൺ. എങ്ങനെയാണ്? ഡിസ്പേഴ്സ് ചെയ്ത അവസ്ഥ, ഡിസ്പേർഷൻ. അത് ഡയസ്പോറ. ഡയസ്പോറ യൂത്ത് എന്ന പദപ്രയോഗം ചില കോൺഫറൻസുകൾക്ക് കേരളത്തിന് വെളിയിലുള്ളതിന് കൊടുക്കാറുണ്ട്. But recently we have noticed that our own young members, they don't like the term. They don't like the phrase diaspora youth. Why? Karanam, they say that we are the citizens of America, UK, or any other nation. You need not call us diaspora. We are part of another nation. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ദേശീയത ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ഒരു ഡയസ്പോറ എന്ന രീതിയിൽ അറിയപ്പെടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയാണ്, ഞങ്ങളുടെ ഡെയിലി ലൈഫ് ആ രീതിയിലാണ്. So the question is whether the elder generation would like such a response on the part of the youngsters. And we need a dialogue. We need a debate on the topic. ഒരുപക്ഷെ നമുക്ക് ഒരല്പം ചർച്ച അതിനെക്കുറിച്ച് ഇവിടെ ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മുടെ കുട്ടികൾ പറയുന്നതിനകത്ത് ശകലം കാര്യമില്ലേ? അവർ ജനിച്ചു വളർന്നത് മറ്റൊരു നാട്ടിൽ, അവര് ഭാഗമായിരിക്കുന്നത് മറ്റൊരു സംസ്കാരത്തിന്റെ. അവരുടെ ഭാവി തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമെന്നൊന്നും അവരാരും വലിയ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരെ ഒരു ഡയസ്പോറ യൂത്തായിട്ട് നമ്മൾ കാണുകയാണോ നല്ലത്? അതോ മറ്റൊരു രാജ്യത്ത്, മറ്റൊരു ഭൂഖണ്ഡത്തിൽ അതിന്റെ ഐഡന്റിറ്റിയിൽ നമ്മളുമായിട്ടുള്ള നല്ല ബന്ധത്തിലും ആ ബന്ധത്തിന് നിങ്ങൾക്ക് പുതിയ വിശദീകരണങ്ങളൊക്കെ നൽകാം കഴിയുന്ന ഒരു ജനവിഭാഗമായിട്ട് കാണുകയാണോ വേണ്ടത്? അമേരിക്കൻ യങ്സ്റ്റേഴ്സ്, അമേരിക്കൻ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആ കുട്ടികള് ചമ്മാച്ചന്മാരായിട്ട് അച്ഛന്മാരായിട്ട് ഇന്ന് കുറേയുണ്ട്. അവര് സെമിനാരിയില് ഷോർട്ട് കോഴ്സിന് വരാറുണ്ട്. അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ അവരുടെ ഫ്രണ്ട്സും അവരും ചിന്തിക്കുന്നത് ഒരു ഇവിടെയുള്ള ഒരു സഭയുടെ മൂലയായിട്ടോ വാലായിട്ടോ ഒന്നും അവിടെ നിൽക്കാനായിട്ട് അവർക്ക് ഇനിയും താല്പര്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി, ഒരു ചർച്ച് സ്ട്രക്ചർ ആ രീതിയിൽ കാണാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. നമുക്കൊരു കുറ്റം പറയാൻ പറ്റുമോ? ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബട്ട് അങ്ങനെ മറ്റൊരു രാജ്യത്താണ് എങ്കിലും നമ്മുടെ റൂട്ട്സ് നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മുടെ അടിസ്ഥാനപരമായ ചില ഭാവങ്ങൾ നമ്മുടെ ജന്മനാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? That is the other side of the coin. Even if you are now citizens of another nation, sharers of the culture in another continent, but can you deny certain things you have been given through your blood relationship, through your parents, through a long history of association with a land which has its own culture? അങ്ങനെയുള്ള ഒരു സംസ്കാരം നമുക്ക് ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് ഭാരത സംസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു സഭാപരമായ ഐഡന്റിറ്റി ഇങ്ങനെ ഉള്ളതിനെ നമുക്ക് ഗൗരവതരമായിട്ട് എടുക്കുമ്പോൾ we are Indians, we have an Indian basis foundation എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു നാണക്കേടാണോ എന്നുള്ളൊരു മറുചോദ്യത്തിന് അവിടെ പ്രസക്തിയുണ്ട്. ഇവിടെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിൽ ചിലര്
നിങ്ങൾക്ക് ചിലർക്ക് പരിചയമുള്ള ഒരു അച്ഛനായിരിക്കും ഫിലിപ്പ് കുരുവിള അച്ഛൻ. ഇവിടെ കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാരെ ചിലരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ നാഗ്പൂർ സെമിനാരിയുടെ ഫോർമേഷനിൽ കുറേയേറെ പങ്കാളിത്തം വഹിച്ച ഒരു അച്ഛനാണ്. നമ്മുടെ NCCIയിൽ പ്രവർത്തിച്ചിട്ടുള്ള അച്ഛനാണ്. നമ്മുടെ ഇപ്പോഴും വിദേശത്തുള്ള നമ്മുടെ യങ്സ്റ്റേഴ്സിനെ മിഡ് സമ്മർ വെക്കേഷൻ സമയത്ത് കുറച്ചു പേരെയെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ കോട്ടയത്ത് താമസിച്ച് നമ്മുടെ ചർച്ചിന്റെ ഹെറിറ്റേജ് സെന്റേഴ്സുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്തു, ദ ഐഡന്റിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ എന്ന ടൈറ്റിൽ. ഐഡന്റിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ. ഐഡന്റിറ്റി ആസ് ദ ഇന്ത്യൻ ചർച്ച്, ആസ് ദ മലങ്കര ചർച്ച്, other, but the identity as a global community, identity as American citizens, American or European citizens, ആ രീതിയിൽ ഉള്ള വേറൊരു വശം. How can the integration be brought out എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ. അദ്ദേഹം കൂടുതൽ സർവേ നടത്തിയിരിക്കുക. സർവേ നടത്തിയപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ചർച്ചിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്നതിൽ ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് മലയാളത്തിൽ സർവീസ് നടത്തുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആരാധന എത്രത്തോളം നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ട്? നിങ്ങളുടെ പേരൻസുമായിട്ട് നിങ്ങൾ ആരാധനയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇവാലുവേഷൻ നടത്തി അതിന്റെ ചില കൺക്ലൂഷൻസ് വരുത്തിയിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 2-3 കൺക്ലൂഷൻസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതിനകത്തുള്ള ഒരു മേജർ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, do you think it is the duty of the Malankara Orthodox Syrian Church to ensure that its children in the diaspora learn to speak or read or write Malayalam? അവർ മലയാളം പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ എന്ത് പറയുന്നു? അടുത്തൊരു ചോദ്യം, do you think it is essential for the future of the Malankara Orthodox Syrian Church in India to retain Malayalam as its link language? ആദ്യത്തെ ചോദ്യത്തിന് 355 റെസ്പോൺസസ് വന്നു. അതില് 274 യങ്സ്റ്റേഴ്സും പറഞ്ഞു യെസ്. എന്താ ചോദ്യം? Do you think it is the duty of the Malankara Orthodox Church to ensure that its children in the diaspora learn to speak, read and write Malayalam? They said yes. To the second question, 357 റെസ്പോൺസസ് വന്നു. അതിൽ 264 പറഞ്ഞു യെസ്. എന്തായിരുന്നു ചോദ്യം? Do you think it is essential for the future of the Malankara Orthodox Church in India to retain Malayalam as its link language? ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് മലയാളം വേണമോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഞങ്ങളുടെ സഹപാഠിയായ മറ്റൊരു സീനിയർ അച്ഛനും ഇവിടെ വന്നു. 2 അച്ഛന്മാര് സീനിയേഴ്സാണ്. എന്തായാലും തമിഴ് സീനിയർ ആയിരിക്കുന്നു ജോൺ ഡാനിയൽ കോറപ്പിസ്കോപ്പ അച്ഛൻ. ഞങ്ങളൊക്കെ സെമിനാറിൽ ഒരു ബാച്ചായിട്ട് പഠിച്ചവരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നതിനെ നമ്മുടെ യങ്സ്റ്റേഴ്സ്, വിദേശത്തുള്ളവര് എങ്ങനെ കാണുന്നു എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തില് ഈ സർവേ നടത്തിയത് 2000-ലാണ്, AD 2000-ലാണ്. 2000-ൽ നടത്തിയപ്പോഴ് ഭൂരിപക്ഷം യങ്സ്റ്റേഴ്സും വേണം, മലയാളം വേണം, ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് വേണം,
മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ കെയർ ഓഫില് ഇത് അറിയപ്പെടണം എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് 2013 ഇപ്പോൾ അതിന് യങ്സ്റ്റേഴ്സില് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഈ യങ് പ്രീസ്റ്റ് വന്ന് പറയുന്നതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നു. സോ ഈ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ചേഞ്ചിനെ മനസ്സിലാക്കുമ്പോൾ അതിനൊരു റിയലിസം, ഒരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാവണം. എന്തായിരിക്കണം ആ യാഥാർത്ഥ്യ ബോധം? അവിടെ 2 ഘടകങ്ങൾ തമ്മിലുള്ള ഇന്റഗ്രേഷനാണ് പ്രധാനം. ഒന്ന്, നമുക്ക് ഭാരതീയമായ മാർത്തോമായിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പുരാതനമായ മലങ്കര സഭാ പൈതൃകത്തിന്റെ ഒരു നല്ല ബോധ്യം. മറുവശത്ത് ഈ ബോധ്യം ആഗോളമായിരിക്കുന്ന ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ എവിടെയെല്ലാം നമുക്ക് കുറച്ച് സ്പേസ്, കുറച്ച് മറ്റുള്ളവർ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ, പുതിയ തലമുറയുടെ താല്പര്യങ്ങളെ കൂടെ പരിഗണിക്കുവാൻ കഴിയണം എന്നുള്ളത്, ഈ 2 കാര്യങ്ങളെ ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് അല്പം കൂടെ ഒന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മള് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എനി അതർ കൺട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആർണോൾഡ് ടോയൻബി സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചയാളാണ്. അദ്ദേഹം പല സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് അവസാനം പറഞ്ഞു, ഒത്തിരി സംസ്കാരങ്ങൾ BC കാലഘട്ടത്തിൽ തോന്നലുള്ളത് ചരിത്രം കേട്ട് പലതും ഇന്ന് നാമാവശേഷമായി. എന്നാൽ ഒന്നാമതായിട്ട് കാണുന്ന സംസ്കാരത്തോടൊപ്പം നിലനിന്ന ഒരു സംസ്കാരമാണ് ഭാരതം, ഇന്നും തുടരുകയാണ്. എന്താ കാരണം? അതിന്റെ പിന്നിൽ ഭാരത സംസ്കാരത്തിന് ആധ്യാത്മികമായ ഒരടിത്തറ പണ്ട് തൊട്ടേ ഉണ്ടെന്നുള്ളതാണ്. There is a spiritual foundation for the Indian culture, unlike many of the cultures that have disappeared, vanished from history. ഇത് ഒരു ചരിത്ര വസ്തുതയാണ്. അവയെല്ലാം വാനിഷ് ചെയ്തത്, പുറത്ത് പ്രത്യക്ഷമായതിന്റെ കാരണം the inner moral disintegration is the reason. ധാർമ്മികമായ അധപ്പതനമാണ് അവയെല്ലാം തകർന്നു പോകാനുള്ള കാരണമെന്ന് ആർണോൾഡ് ടോയൻബി കൺക്ലൂഡ് ചെയ്തിരിക്കുക. ബട്ട് ഇന്ത്യ സർവൈവ്സ്. ഇന്ത്യ എങ്ങനെ സർവൈവ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഇന്ത്യൻ കൾച്ചർ? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യയുടെ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, we have a spirituality to accommodate diversities. അതാണ് ഇന്ത്യയുടെ ആധ്യാത്മികതയുടെ പ്രത്യേകത. We have a culture to accommodate diverse people, groups of people, races, languages, lifestyles and many other things. അത് ഇന്ത്യക്കുള്ളത് മറ്റു പലയിടത്തും ഇല്ല. Probably the Reverend Pastor and her mother would agree that the culture that they see in India is much different from the culture elsewhere. In many other parts of the world you find a monocultural life. But whereas in India you find a culture of many religions, many languages, many racial groups. ഇത് പരസ്പരം വൈരുദ്ധ്യമില്ലാതെ തമ്മിൽ അടിക്കാതെ കാത്തു സൂക്ഷിച്ച എങ്ങനെയായിരുന്നു? How was this culture maintained through the centuries? അതെങ്ങനെയാണ് സാധിച്ചത്? നമുക്ക് വല്ല ഭരണഘടനയും വല്ല അതിനുവേണ്ടി ഉണ്ടാക്കിയുണ്ട്. ഭരണഘടന ഉണ്ടായത് എന്ന ഈ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം കഴിഞ്ഞപ്പോഴാണ്. അതുവരെയും ഇന്ത്യ നിലനിന്നത്. അതിന്റെ പിന്നിൽ we have an inborn
spirituality. Indians, in spite of the many limitations that we have, for example, poverty, the backwardness in many of the areas of civilization according to the Western standards. But India എന്ന് പറയുന്നത് മുമ്പ് തന്നെ ജ്ഞാനം അന്വേഷിക്കുന്ന, വിസ്ഡം, നോളജ്, ഇതിനു വേണ്ടി തങ്ങൾക്കുള്ളതിനെ എല്ലാം സമർപ്പിക്കുന്ന ഒരു പാരമ്പര്യമുള്ള നാടായിട്ടാണ്. വള്ളത്തോളിന്റെ പുരാണങ്ങൾ എന്ന് പറയുന്ന കൃതി നിങ്ങൾ ചിലർക്ക് പരിചയമുള്ളതായിരിക്കും. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ളടിക്കല്ലു പാർത്ത് കണ്ടറിഞ്ഞവർ, യോഗൈയ നിരതന്മാർ ഭോഗനിസ്പൃഹർ പരിത്യാഗൈയ ദ്രവീണന്മാർ, അവർ തൻ വാസങ്ങളോ പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്രാംഖം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടിലുകളത്രേ. എങ്കിലും അവയിൽ നിന്ന് അങ്ങ് കെട്ടിയ മണിത്തങ്കങ്ങൾ, മഹാർഘങ്ങൾ, മറ്റങ്ങ് മലഭ്യങ്ങൾ. ഇത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ചെങ്കോല് ദൂരത്തിട്ട് യോഗം നിന്നെടുക്കുന്നു, പൊൻകിരീടത്തെ ജടാജൂഢമായി മാറ്റിയിടുന്നു. സ്വർഗവും തൃണപ്രായം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മൃഗ്യമായൊന്നേയുള്ളൂ. സ്വാതന്ത്ര്യം സാക്ഷാൽ മോക്ഷം. വേറെ ഏത് രാജ്യത്തുണ്ട് ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിന്റെ പാതയിലേക്ക് പോയ രാജാക്കന്മാരുടെ ചരിത്രം? ശ്രീബുദ്ധന്റെ ചരിത്രവും മഹാവീരന്റെ ചരിത്രവും ഒക്കെ അവിടെയാണ് ഭാരതം. വേറെ എങ്ങും അതില്ല. അങ്ങനെയുള്ള നാടായതുകൊണ്ടാണ് ആകാശത്തൊരു നക്ഷത്രം കണ്ടപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടത്. എവിടുന്ന് പോയതായിരിക്കും? നമ്മൾ പേർഷ്യൻ വിബുധന്മാർ എന്ന് ചൊല്ലാറുണ്ട്. അത് സുറിയാനിക്കാരുണ്ടാക്കിയ പാട്ടായതുകൊണ്ട് അവര് പേർഷ്യയെ കൊണ്ടുവച്ചു. ആക്ച്വലി ദാറ്റ് ഈസ് ഫ്രം ഇന്ത്യ. ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യയില് വളരെ നാട് മുമ്പ് തന്നെ വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകളിലുള്ള ഒരു വികാസമുണ്ടായിരുന്നു. പല ആളുകളുണ്ടെങ്കിലും എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു കോമൺ സെർച്ച് ഫോർ നോളജ്, കോമൺ സെർച്ച് ഫോർ സ്പിരിച്വൽ റിയലൈസേഷൻ. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു. വി വർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഈച്ച് അതർ. അവനവൻ അവന്റേതിനകത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവനെ കുറ്റം പറയുന്ന സംസ്കാരം എവിടെ നിന്ന് വന്നറിയാവോ? അത് പുറത്തുനിന്ന്, പാശ്ചാത്യ ദേശത്തിൽ നിന്ന് വന്നതാണ്. എന്നാൽ എവിടെ നന്മയുണ്ടോ, ടു അക്കോമഡേറ്റ് ഗുഡ് in all its forms, അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇന്ത്യയിൽ പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മഹർഷിമാര് ആകാശത്തൊരു നക്ഷത്രം കണ്ടപ്പോൾ വായിച്ചെടുത്തു, ഒരു രാജാവ് പിറന്നിരിക്കുന്നു, കണ്ടേ മടങ്ങൂ, അതിനെ അന്വേഷിച്ച് പുറപ്പെട്ടു പോയി കാഴ്ച സമർപ്പിച്ചു വന്നു. സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നതിന്റെ ചരിത്രം, ആക്ട്സ് ഓഫ് തോമസ് എന്ന് അതിനകത്ത് ചരിത്രപരമായിട്ട് ചില കാര്യങ്ങളിൽ ചില യോജിപ്പുകൾ ഉണ്ടെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ്. മാർ തോമസ് ശ്ലീഹായും അപ്പോസ്തലന്മാരും എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുക. കർത്താവ് ഓരോരുത്തരോടും പറഞ്ഞു, നീ ഇന്നടത്ത് പോകണം, ഇന്നടത്ത് പോകണം, ഇന്നടത്ത് പോകണം. മാർ തോമസ് ശ്ലീഹായിട്ട് പറഞ്ഞു, നീ ഇന്ത്യയിൽ പോകണം. മാർ തോമസ് നമ്മുടെ ഈ സ്കൂളില് പിള്ളേര് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കാത്ത ചോദ്യം വരുന്നുണ്ട്, കൊച്ച് ചാടി എഴുന്നേറ്റിട്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ മാർ തോമസ് ശ്ലീഹ നിന്നു. എന്നിട്ട് പറയാം, അയ്യോ എന്നെ ഇന്ത്യയിലേക്ക് മാത്രം വിടരുത്, വേറെ എങ്ങോട്ടേലും വിട്ടു. അങ്ങനെയാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ കാരണത്തെ കുറിച്ച് കമന്റേറ്റേഴ്സ് പലരും എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ നരഭോജികളുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചിട്ട് തടി പേടിച്ചാണ് അദ്ദേഹം വരാൻ ഇഷ്ടപ്പെടാതിരുന്നത്. നോ, ദാറ്റ് വാസ് നോട്ട് ദ റീസൺ. മാർ തോമസ് ശ്ലീഹയ്ക്ക് അറിയായിരുന്നു അന്ന് ഇന്ത്യ മധ്യപൂർവ്വദേശത്തൊക്കെ അറിയപ്പെടുന്ന നാടായിരുന്നു. കാരണം അവിടുന്നെല്ലാം വിജ്ഞാനം തേടി കിഴക്കൻ ദേശത്തേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്നു. അലക്സാണ്ട്രിയയിൽ ആദ്യം വരും, പിന്നെ ഇന്ത്യയിലേക്ക് നടന്നു, കടൽ മുഖേനയും ഒക്കെ വരുമായിരുന്നു, വരാൻ വഴികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് നോളജ്, സയൻസസ് എന്നറിയാമായിരുന്നു. There may be people to ask me questions. അവര് ബൗദ്ധികമായിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ വല്ല നല്ലൊരു ഉത്തരം പറയണ്ടേ? അതിനുള്ള കോൺഫിഡൻസിന്റെ ശകലം കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർ തോമസ് ശ്ലീഹ പറഞ്ഞു, എന്നെ അങ്ങോട്ട് വിടരുത്. But among all the apostles, Jesus chose Saint Thomas
കാരണം എന്താ? മാർത്തോമാശ്ലീഹായെ ശരിയായിട്ട് അന്വേഷിച്ചു. നീ എങ്ങോട്ടാ പോകുന്നത്? വഴി ഏതാ? ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നുള്ളൊരു ഉത്തരം കേട്ടത് വേറെ ആരുമില്ല. അതുമാത്രമല്ല, മാർത്തോമാശ്ലീഹായ്ക്ക് once he had the conviction, he was able to declare, my Lord and my God. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് ഒരു ഇന്റലക്ച്വൽ ട്രാൻസ്പെറൻസി, അത് വലിയ പ്രധാനപ്പെട്ടതാണ്. പലർക്കും അറിവുണ്ട്, പക്ഷേ അവരിൽ മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് പറഞ്ഞാനോ അത് അംഗീകരിക്കാനോ, ഒരാളൊരു കാര്യം പറഞ്ഞാല് മറ്റു ചില ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് അയാളെ അളക്കുന്ന, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ കൂടുതലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൊച്ചാക്കുകയല്ല, ഒരാൾ എന്ത് പറയുന്നുള്ളതല്ല കാര്യമായിട്ട് എടുക്കുന്ന, ആര് പറയുന്നു എന്നുള്ളതാണ്. അവന് എന്റെ സ്വന്തമാണോ മറ്റേ എന്നെ താങ്ങുന്നയാളാണോ എന്നുള്ളത് വെച്ചുകൊണ്ട് അയാൾ പറയുന്നതിനെ വിലയും. ഇതൊക്കെ നമുക്ക് പിന്നീട് വന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ പഴയതായിരുന്നു. നമ്മളൊക്കെ ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് ഒത്തിരി മാറിപ്പോയി. അതുകൊണ്ടല്ലേ ഇന്ന് പീഡനങ്ങളുടെ, ഇന്ന് മനോരമ എടുത്ത് നോക്ക്, 3-ാമത്തെ 4-ാമത്തെ പേജ് മുഴുവൻ ഇന്ത്യയില് ഈ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നടന്ന പീഡനങ്ങളുടെ ചരിത്രമേ ഉള്ളൂ. എന്റെ അർത്ഥം നോക്കുമ്പോ ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയിലൊന്നും നടന്നില്ലെന്ന്. ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് വെളിച്ചത്ത് വരാനായിട്ട് മീഡിയ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ വരുന്നു മാത്രമേ ഉള്ളൂ. ഇത് ഇന്ത്യയിൽ ഉണ്ട് എങ്കിലും ഇൻ സ്പൈറ്റ് ഓഫ് ദീസ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറുവശമായിരിക്കുന്ന ഒന്നുണ്ടായിരുന്നു, അന്വേഷണം. നല്ലത് അന്വേഷിച്ച് കണ്ടെത്തുന്നതായ ഒരു അന്വേഷണം. അങ്ങനെയുള്ളതായ മൾട്ടിപ്ലിസിറ്റിയെ, ഡൈവേഴ്സിറ്റിയെ ദൈവാന്വേഷണത്തിൽ, ദൈവാനുഭവത്തില് സമന്വയിപ്പിക്കാനായിട്ടുള്ളൊരു വിശാല ബോധം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാർത്തോമാശ്ലീഹായെ തന്നെ ഇന്ത്യയിലോട്ട് വിട്ടത്. മാർത്തോമാശ്ലീഹായെ ഇവിടെ വന്നു. മാർത്തോമാശ്ലീഹായെ ഇവിടെ വന്ന ഉടനെ ഇവിടെ വന്ന് ആദ്യമേ ബ്രാഹ്മണന്മാരായിരുന്നു എന്നുള്ള ഒരു കഥ കിടപ്പുണ്ട്. എന്നാല് 1-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയില്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയില് ഈ ബ്രാഹ്മണന്മാരുടെ നമ്പർ എന്ന് പറയുന്ന കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു വസ്തുതയാണ്. അന്നിവിടെ മാർത്തോമാശ്ലീഹ സ്വാഭാവികമായിട്ടും മറ്റപ്പോസ്തലന്മാര് ചെയ്ത പോലെ തന്നെ ഓരോ സ്ഥലത്ത് നിന്ന് സ്വന്തം സമൂഹത്തെ അന്വേഷിച്ചത്. എന്താ? ഇസ്രായേൽ ജനത്തിൽ നിന്ന് കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക്. അവരാരാ? ദ ഡയസ്പോറ ജൂസ്. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് BC നമ്മൾ സങ്കീർത്തനം വായിച്ചത് ബാബേൽ നദിയുടെ തീരത്ത് ഇരുന്നപ്പോൾ എന്ന് പറയുന്നുണ്ടല്ലോ. അതേ കാലഘട്ടത്തില് മറ്റു പല ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയ ആളുകൾ കുറെ പേര് ഇന്ത്യയിലും വന്നു. പിന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, യഹൂദന്മാരുടെ ചരിത്രം നോക്കിയാൽ ഉണ്ടല്ലോ, യഹൂദന്മാർ വേറെ എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം അവർ പേഴ്സിക്യൂട്ടഡ് ആയിരുന്നു. ഇന്ത്യയിൽ മാത്രം പേഴ്സിക്യൂഷൻ ഉണ്ടായതിന്റെ ഒരു ചരിത്രവുമില്ല. India never gave persecution to another people. Hospitality എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു വലിയ ഇതായിരുന്നു. We were able to see our guests as deities, divine guests, even though we are not able to give them food but they require, but we had a disposition to take care of them. അങ്ങനെയുള്ള ഇന്ത്യയില് മാർത്തോമാശ്ലീഹ വന്നപ്പോഴിവിടെ ആദ്യ യഹൂദന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാർത്തോമാശ്ലീഹ സ്വന്തം ഭാഷയിൽ അവരോട് സംസാരിച്ചു. അവരിൽ കൂടെ, അവർ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അവർക്ക് ഏത് ഭാഷ അറിയാം? ഇവിടെയുള്ളവരുടെ ഭാഷ അറിയാം. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടന്നു. സോ ഫസ്റ്റ് ജ്യൂസ്, ദെൻ ദേ ലോക്കൽ പീപ്പിൾ, ഇൻഡിജിനസ് പീപ്പിൾ. അത് ദ്രാവിഡരാണ് കൂടുതലും. ആര്യന്മാർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. ഇങ്ങനെയുള്ളവര് അവരെല്ലാം, പക്ഷേ ഇവര് തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ഇങ്ങനെയുള്ളവരുമായിട്ട് ചേർന്ന ഒരു സംസ്കാരം, ആ സംസ്കാരത്തിൽ the solidarity of family, it was a central thing, and the inner thirst for divine worship, divine realization, the inner realization, അത് വളരെ സെൻട്രൽ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം ഒന്ന് വായിച്ചിരിക്കുക. മലങ്കര മാർത്തോമാ പൈതൃകം നോക്കുക. മാർത്തോമാ പൈതൃകത്തിൽ നമ്മുടെ അപ്പന്മാരും അമ്മച്ചിമാരും ഒക്കെ, വല്യമ്മച്ചിമാരും ഒക്കെ രാവിലെ എഴുന്നേറ്റിന ഉടനെ പ്രാർത്ഥിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൈകുന്നേരം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാതെ പറ്റില്ല. കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊന്നും
കൂടുതൽ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയൊന്നുമല്ല, പാർട്ട് ഓഫ് ദെയർ ഹെറിറ്റേജ്. അത് ഭാരത പാരമ്പര്യത്തിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഈ ഈശ്വരാരാധനയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് സോളിഡാരിറ്റി ഓഫ് ഫാമിലി, കുടുംബ ബന്ധങ്ങളിൽ തമ്മിലുള്ള വളരെ അടുത്ത, അത് ഇറ്റ് വാസ് നോട്ട് വാട്ട് ഈസ് കോൾഡ് ഈ പരോക്യലിസം അല്ല, അതൊരു എക്സ്ക്ലൂസീവിസം അല്ല. They had a very intense inner love of each other. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം കരുതുന്ന, മാതാപിതാക്കളെ പ്രത്യേകിച്ച് കരുതുന്ന, the care for the elders, the teachers, അത് ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെയുള്ളതായ ഒരു സംസ്കാരം സ്വന്തമായിരിക്കുന്ന ഒരു ജനതതി അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയും ചെന്നാൽ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇത് കളഞ്ഞു വിളിക്കേണ്ട കാര്യമുണ്ടോ? We should be proud of the heritage. And it is specifically this thing that is lacking in the Western world. So, we have a mission. ആ ഒരു മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ മോഡൽസ് ആവുക എന്നുള്ളതാണ്. So, in brief, I would say that Indian identity through the Malankara Orthodox Church, capacity, the possibility to accommodate diverse traditions in a common understanding of God. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ മലങ്കര സഭയുടെ ചരിത്രം 16-ാം നൂറ്റാണ്ടുകളുടെ വായിക്കുമ്പോൾ അതിനകത്ത് ഹെറസീസ് വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കൗൺസിൽസ് കൂടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. വി ഹാവ് എ വൺ കമ്മ്യൂണിറ്റി. നമുക്ക് ഒറ്റ കമ്മ്യൂണിറ്റി. എന്താ അതിനൊരു ബേസിക് ആയിട്ടുള്ള പ്രൈമറി യൂണിറ്റി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പല കാര്യങ്ങളും ഡൈവേഴ്സ് ആയിരുന്നു. നമ്മുടെ പള്ളിയോഗങ്ങൾ, ഓരോ പള്ളിയും ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് പള്ളികൾ ഉണ്ടായിരുന്നു. ബട്ട് അവരെ എല്ലാം യൂണിഫൈ ചെയ്യാൻ മലങ്കര മെത്രാപ്പൊലീത്താണ്. പക്ഷെ മലങ്കര മെത്രാപ്പൊലീത്ത അത്ര വലിയ പോപ്പ് ഭരിക്കുന്ന പോലെയൊന്നും ഭരിച്ചുകൊണ്ടൊന്നും അല്ലായിരുന്നു. ഒത്തിരി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതിന്റെ കീഴിൽ. നമുക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരുന്നു. ബട്ട് വി ഹാവ് ദി മലങ്കര പൗരുഷം, മലങ്കര നസ്രാണി ട്രഡീഷൻ, that had its own transparency, spiritual depth, mutual care, special concern for the downtrodden. ഈ ഭാരത നസ്രാണികളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താഴ്ന്ന ജാതിക്കാർ എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ആടുകൂടിയായിരുന്നു അറിയാം, നസ്രാണികളുടെ കൂടെ. കാരണം അവരധികം എക്സ്പ്ലോയിറ്റ് ചെയ്യലാണ്. പണ്ടത്തെ കാര്യമാണ്. അവര് ഞങ്ങളെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യല, ചൂഷണം ചെയ്യല എന്നുള്ളത് നല്ല ബോധ്യം എടുത്ത് താഴ്ന്ന ജാതികൾക്കുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു സൂപ്പർ ഒരു റേഷ്യൽ ഹൈ സ്റ്റാറ്റസ് ഒന്നും പറയാൻ പറ്റുകയില്ല. നമുക്ക് റേഷ്യൽ പ്യൂരിറ്റി ഒന്നും ഒന്നിക്കാൻ പറയില്ല. യഹൂദന്മാര് ചേർന്നിട്ടുണ്ട്, ദ്രാവിഡര്, പല തരക്കാര് ചേർന്നിട്ടുണ്ട്, ആര്യന്മാര്, ഇവരെല്ലാം ചേർന്ന് കഴിയുമ്പോൾ നസ്രാണി ഒറ്റ ട്രഡീഷനേ ഉള്ളൂ. ഇന്നാണ് സുറിയാനി പെന്തക്കോസ്തുകാരും സുറിയാനി ക്രിസ്ത്യാനി കത്തോലിക്കനും സുറിയാനി ക്രിസ്ത്യാനി യാക്കോബക്കാരും സുറിയാനി ക്രിസ്ത്യാനി അതും ഇതും ഒക്കെ ഉള്ളത്. പക്ഷേ പണ്ട് നസ്രാണി എന്ന് പറയുന്ന ഒരെണ്ണത്തിനകത്ത് ഈ ഡൈവേഴ്സിറ്റീസിനെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് അവിടെ ഈ ജാതീയ ചിന്തയ്ക്ക് അതീതമായിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്ട്രെങ്താണ്. Wherever we are, we should perpetuate that. Children should be taught about this great foundation of our Christian life in India. But we should be open. നമുക്ക് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരാഗോള സഭാസങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായേ പറ്റൂ. ഇപ്പോഴും നമ്മുടെ ഭരണഘടന പരിശോധിച്ച് നോക്കിയാൽ ഒരു മലങ്കര മെത്രാപ്പോലീത്തായോട് ചേർന്ന് കുറെ ഭദ്രാസനങ്ങൾ, കുറച്ചിടവുകൾ, തികച്ചും കേരളീയമായ ഒരു സാഹചര്യത്തിനനുസൃതമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. നമുക്കൊരു ആഗോള കാഴ്ചപ്പാടോടുകൂടി അതിനെ ഒന്ന് വൈഡൻ ചെയ്തുകൊണ്ടുള്ളതായ ഒരു ക്രമീകരണത്തിന് നമുക്ക് സാധിച്ചിട്ടില്ല. വി ഹാവ് ടു ഗ്രോ. നമ്മുടെ ലിറ്റർജിക്കൽ ട്രഡീഷൻ, ആരാധന, നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അതേപടി ചൊല്ലിക്കൊണ്ടിരിക്കണം നിർബന്ധം പിടിക്കരുത്.
അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് അവരുടേതായ ആ ഭാഷയില് കുറേയേറെ അവരുടെ ട്യൂൺസ്, അവരുടെ ആ ഒരു പ്രായത്തിനും അവരുടെ താല്പര്യത്തിനും അനുസരിച്ചുള്ളതായ കുറച്ച് റിതംസ്, ഇതൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ആരാധനാ കാര്യങ്ങളിൽ നമുക്കുണ്ടാവണം. അങ്ങനെ ഉള്ളതായ ഒരു കാഴ്ചപ്പാടും ദി ഇന്ത്യൻ ചർച്ച് എന്ന് പറയുന്ന ഐഡന്റിറ്റി, ഇത് തമ്മിൽ ഉള്ള ഒരു ഇന്റഗ്രേഷൻ നമ്മുടെ ഒരു വലിയ കൺസേൺ ആണ്. അത് സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഏറ്റവും പ്രധാനം നമ്മുടെ ഇന്ത്യൻ ഐഡന്റിറ്റിയുടെ നമുക്കുള്ള കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പാരമ്പര്യങ്ങൾ, കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആധ്യാത്മികമായിരിക്കുന്ന ഒരു ട്രെയിനിങ്, പരസ്പരം കരുതുന്ന ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പാസ്റ്ററൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ചർച്ച് ഗൗരവതരമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നത്. ഓരോ ഭദ്രാസനത്തിനും കത്തോലിക്ക സഭയിൽ ഇപ്പം രൂപപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കൊച്ചാക്കി പറയാൻ വേണ്ടിയല്ല. ഓരോ ഭദ്രാസനത്തിനും ഒരു പാസ്റ്ററൽ കമ്മീഷൻ ഉണ്ട്. ആ പാസ്റ്ററൽ കമ്മീഷൻ സ്ഥിരമായിട്ട് ഓരോ ഇടവകയിലും കല്യാണം കഴിച്ച ന്യൂലി വെഡ്, റീസെന്റ് മാരീഡ് ആയിരിക്കുന്നവർ എങ്ങനെ പോകുന്നു എന്നുള്ളത് അവരെ അന്വേഷിച്ച് ചെല്ലുവാനും അവരെ വിളിച്ചു വരുത്തുവാനും ആ ഓരോരോ ഗണം അനുസരിച്ചവരെ കൂട്ടി അവർക്ക് കൗൺസിലിംഗ് ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുവാനും ആ ഫാമിലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് ഉണ്ട്. ഈ ഫാമിലി എഡ്യൂക്കേഷനിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു പാസ്റ്ററൽ ഔട്ട്ലുക്ക് ആൻഡ് പാസ്റ്ററൽ ട്രെയിനിങ് നമുക്ക് സാവധാനമെങ്കിലും രൂപപ്പെടേണ്ടി. വൈദിക സെമിനാരിക്ക് ആ കാര്യത്തില് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. നമ്മുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് കഴിയുന്നിടത്തോളം അവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ അടുത്ത ആഴ്ച നമ്മുടെ വൈദികര് സെമിനാരിയിൽ ഇപ്പം 4ാം വർഷക്കാരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രം ഒരു ഫാമിലി ആൻഡ് സെലിബ്രേറ്റ് ലൈഫ് രണ്ടും അവർക്ക് തിരഞ്ഞെടുക്കുന്ന പാതയിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു 4-5 ദിവസത്തെ ഒരു സെമിനാർ ക്രമീകരിച്ചിരിക്കുക. അതുപോലെ തന്നെ സെമിനാരിൽ നിന്ന് ഇറങ്ങിയ വൈദികര്, യങ് കപ്പിൾസ്, അവരൊക്കെ ഒരു മീറ്റിംഗ് പരിമല വെച്ച് ക്രമീകരിക്കാനായിട്ട് ഉള്ള ഓർഗനൈസേഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവരിൽ കൂടെ അവരെ പോലെ ഇടവകളിലുള്ള ആളുകൾക്ക് ട്രെയിനിങ്, കൗൺസിലിംഗ് കൊടുക്കാനായിട്ടുള്ള ഒരു വിഷനും അതിന്റെ പിന്നാലെ ഉണ്ട് എന്ന് മാത്രം ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പലതും കാണുമായിരിക്കും. നമുക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം മറ്റൊരാളെ കുറ്റം പറയുക, തലപ്പത്തിരിക്കുന്നവരെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ചിലപ്പോഴൊക്കെയും വരുന്നുണ്ട്. അത് കഴിയുന്നിടത്തോളം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ സാഹചര്യത്തിൽ എങ്ങനെയാവാം, എന്ത് നമുക്കൊരു അവയർനെസ്സിലേക്ക് വരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയ്ക്ക് നമുക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഏറ്റവും പ്രധാനം നവോത്ഥാനം എന്ന് പറയുന്നത് കർത്താവ് യേശുമിശിഹായുമായിട്ടുള്ള ബന്ധത്തിലും വ്യക്തികളായും കുടുംബങ്ങളായും നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു പാരമ്പര്യം, ഇന്ത്യൻ മലങ്കര, അത് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ബലം നമ്മിൽ ഉണ്ടായിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ മറ്റ് മിനിസ്ട്രി, മിഷൻ, വിറ്റ്നസ് ഒക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിക്ക് കാര്യത്തില് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, തനിക്ക് വേണം എന്ന് വിചാരിക്കുന്നത് നടപ്പിലാക്കണം. സീ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ. ആ ഒരു നിർബന്ധം തിരുമേനിക്കുണ്ട് എന്നുള്ളത് നിരീക്ഷിച്ചറിയുവാനായിട്ട് കഴിഞ്ഞതിന്റെ വെളിച്ചത്തില് ഒരുപക്ഷെ തിരുമേനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി മാതൃക ആയിട്ട് നമുക്കൊരു മാർഗദർശനം നൽകാനായിട്ട് കഴിയുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു.